ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി MP രംഗത്ത്. അതിരൂക്ഷമായ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് ഉന്നയിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിച്ചു. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് പോലീസിന് അനുമതി നൽകിയത് എന്നാണ് പ്രിയങ്ക ചോദിച്ചത്. ഇതിന് പ്രധാനമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ മറുപടി നൽകുക? ഇത് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യമല്ല, മറിച്ച് രാജ്യം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് പ്രിയങ്ക ഇന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളെ തീവ്രവാദികളെ പോലെയാണോ കണ്ടത് എന്നും പ്രിയങ്ക ചോദിച്ചു. പരീക്ഷാ സംവിധാനത്തോടുള്ള യുവാക്കളുടെ വിശ്വാസം നഷ്ടമായി. 152 പേപ്പർ ചോർച്ചയുണ്ടായിട്ടും ഒരാൾക്കെതിരെയും നടപടിയെടുത്തില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ബജറ്റ് ഓരോ വർഷവും കുറച്ചുകൊണ്ടുവരുന്നു. രാജിവെച്ചെത്തിയ മന്ത്രിയെ സൂപ്പർ സ്റ്റാർ ആക്കുകയാണ് BJP. പ്രഹ്ലാദ് ജോഷി സ്ത്രീയെ അപമാനിച്ചിട്ടുണ്ട് എന്നും പ്രിയങ്ക ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രിയങ്കയുടെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം രംഗത്തെത്തി. പ്രിയങ്കയുടെ പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നാണ് ഭരണപക്ഷം ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ പ്രഹ്ലാദ് ജോഷി തന്നെ നേരിട്ടിറങ്ങി പ്രതിഷേധിച്ചു. ഭരണപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ച് സ്പീക്കർ ഓം ബിർള പ്രിയങ്കയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് മാറ്റി. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഇന്ദിരാഗാന്ധിയെ ഇതേ സഭയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. എന്തായാലും വലിയ പ്രതിരോധമാണ് BJP തീർക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ശക്തിയായി പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് ഭരണപക്ഷത്തിനെതിരെ. എന്നാൽ മോദി ഗവൺമെന്റ് യുവാക്കൾക്കെതിരെ എടുത്ത പല കേസുകളും ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. കേസുകളെല്ലാം റദ്ദാക്കുമെന്ന് CJPക്ക് ഉറപ്പ് നൽകിയതായിരുന്നു. എന്തായാലും മോദി സർക്കാർ CJPയോടും ഒപ്പം തന്നെ സമരത്തെ പിന്തുണച്ച ആളുകളോടും പ്രതികാരം വീട്ടുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രതിപക്ഷം വിഷയം ഗൗരവത്തോടെ സഭയിൽ കൈകാര്യം ചെയ്യുന്നത്. ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. മോദിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഇന്ന് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയത്.